ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മളെ ലൊക്കേഷൻ ഫെച്ച് ചെയ്യുന്നിടം വരെ ആയിരുന്നു എത്തിയിരുന്നത്, നമ്മുടെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും. ഓക്കെ, ഇനി ഇത് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ലൊക്കേഷൻ നെയിം കിട്ടണം. ഈ ലാറ്റിറ്റ്യൂഡിനെയും ലോഞ്ചിറ്റ്യൂഡിനെയും നമ്മളിപ്പോൾ ഒരു ലൊക്കേഷൻ നെയിമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാക്കേജ് നമ്മളൊരു പാക്കേജ് ഡൗൺലോഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ pub.devil ജിയോ കോഡിങ്. ഓക്കെ, pub.devil പോയിട്ട് ജിയോ കോഡിങ് എന്ന് സെർച്ച് ചെയ്താൽ വരും. ഓക്കെ, ജിയോ കോഡിങ്ങിനുള്ളിൽ പോയിട്ട് ഓക്കെ, നമുക്കപ്പോൾ ഇതാണ് വേണ്ടത്. ഓക്കെ, പ്ലേസ് മാർക്ക് ഫ്രം കോർഡിനേറ്റ്സ്. സോ നമ്മൾ കോപ്പി ചെയ്യുക, നമ്മുടെ ടെർമിനലിലേക്ക് പോവുക, നമ്മൾ ആ പാക്കേജ് ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഓക്കെ, നമ്മുടെ പാക്കേജ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. നമുക്ക് ഓക്കെ, യൂസേജിൽ ഗ്രാഡിൽ ഡോട്ട് പ്രോപ്പർട്ടിയിൽ ഇതൊക്കെ എനേബിൾ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, ആൻഡ്രോയിഡ് ഡോട്ട് ഗ്രാഡിൽ ഡോട്ട് പ്രോപ്പർട്ടീസ് ഫയലിൽ ഗ്രാഡിൽ ഡോട്ട് പ്രോപ്പർട്ടീസിൽ നമ്മുടെ ഈ രണ്ട് ഇത് എനേബിൾ ആണ്. കമ്പൈൽഡ് വേർഷൻ 33. ഓക്കെ, ഓക്കെ, കമ്പൈൽഡ് SDK ഫ്ലട്ടറിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. നമുക്ക് ഇങ്ങനെ തന്നെ റൺ ചെയ്ത് നോക്കാം. എറർ വന്നാൽ മാത്രം നമുക്ക് വേർഷൻ ചേഞ്ച് ചെയ്യാം. ഓക്കെ, സോ ഞാനിത് ക്ലോസ് ചെയ്തിട്ട് തിരിച്ച് റൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, കാരണം ഈ പാക്കേജിന് കുറച്ച് കോൺഫിഗറേഷൻസ് ഇവർ പറയുന്നുണ്ട്. അത് മീറ്റ് ചെയ്താലേ ഈ APIs കറക്റ്റായിട്ട് റൺ ആവത്തുള്ളൂ. സോ അതുകൊണ്ട് നമുക്ക് ക്ലോസ് ചെയ്തിട്ട് റൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സോൾവ് ചെയ്താൽ ആപ്ലിക്കേഷൻ കറക്റ്റായിട്ട് വർക്കാവും. സോ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ആപ്പ് ഇപ്പോൾ എറർ ഒന്നും ഇല്ലാണ്ട് റൺ ആയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ അല്ല നമ്മുടെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കിട്ടുന്നത്. നമുക്ക് ആ API ഇവിടെ കോൾ ചെയ്തിട്ട് ഓക്കെ, നമുക്ക് ഇമ്പോർട്ട്സ് വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇത് കോപ്പി ചെയ്യുക, നമ്മുടെ ഇമ്പോർട്ട്സിനകത്ത് കൊണ്ടിട്ട് ഇമ്പോർട്ട്സ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, എറർ പോയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ലിസ്റ്റ് ഓഫ് പ്ലേസ് മാർക്സ് വരുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് എത്ര റിസൾട്ട് വരുന്നുണ്ടെന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ,
അതിൽ നിന്ന് നമുക്ക് ഫിൽട്ടർ ചെയ്ത് ആക്യുറേറ്റ് ഡാറ്റ എടുക്കാം. ആക്ച്വലി റിസൾട്ട് ലിസ്റ്റായിട്ട് വരുന്നതുകൊണ്ടാണ് നമ്മൾ ലെങ്ത് പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് പ്ലേസ് മാർക്ക് വന്നിരുന്നെങ്കിൽ നമ്മൾ അതേ ഡാറ്റ എടുത്തേനെ. ഇനി നമുക്ക് പ്ലേസ് മാർക്ക് ഫസ്റ്റ് ഇൻഡെക്സ്, ഓക്കെ, നമ്മൾ 0 കൊടുത്താൽ അതിൻ്റെ ആദ്യത്തെ ആ പ്ലേസ് മാർക്കിൽ നിന്ന് എടുക്കും, ആദ്യത്തെ വാല്യൂ നിന്ന്. നമുക്ക് വേണേൽ ഡോട്ട് ഫസ്റ്റ് എന്ന് വേണേലും കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് ഡോട്ട്. ഇവിടെ നമുക്ക് കുറച്ച് ഡാറ്റാസ് കിട്ടുന്നുണ്ട്. നെയിം, ലൊക്കാലിറ്റി, ഓക്കെ, സ്ട്രീറ്റ്, നമുക്ക് ഓരോ വാല്യൂവും ഇങ്ങനെ പ്രിന്റ് ചെയ്യാം. അപ്പം നമുക്ക് ഡീബഗ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ലൊക്കാലിറ്റി, സ്ട്രീറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, സബ് ലൊക്കാലിറ്റി, അങ്ങനെ കുറേ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്കിനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്കിവിടെ ലൊക്കേഷൻ പാക്കേജിന് എറർ വന്നിട്ടുണ്ട്. കാരണം ഈ രണ്ട് പാക്കേജും ഒരു ലൊക്കേഷൻ ബേസ്ഡ് സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് പാക്കേജിലും സെയിം ക്ലാസ്സസ് യൂസ് ചെയ്യുന്നുണ്ടാവും, അതുകൊണ്ട് കോൺഫ്ലിക്റ്റ് ആവുന്നതാണ്. ഓക്കെ, ഇവിടെ നോക്കിയാൽ അറിയാം, ഇസ് ഡിഫൈൻഡ് ഇൻ ദ ലൈബ്രറീസ്. നമ്മുടെ ഈ രണ്ട് ലൈബ്രറീസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എറർ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജിയോ കോഡിങ്ങിന് മാത്രം നമ്മളൊരു നെയിമിങ് കൊടുക്കുക ആസ് എന്ന് പറഞ്ഞിട്ട്. ഇനി ഇത് വെച്ചിട്ട് നമ്മുടെ പാക്കേജ് യൂസ് ചെയ്യുക. പ്ലേസ് മാർക്ക് ഓക്കെ, ഇപ്പോൾ എറർ പോയിട്ടുണ്ട്. നമ്മളപ്പോൾ ഈ പാക്കേജിൽ നിന്ന് നമ്മളൊരു നെയിം ഡിഫൈൻ ചെയ്തിട്ട്, ഓക്കെ, ഇതിനൊരു നെയിം ഡിഫൈൻ ചെയ്തിട്ട് അത് വെച്ചിട്ട് ആ പാക്കേജ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഇനി നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ, നമുക്കിവിടെ നെയിം ജസ്റ്റ് ഡമ്മി ആയിട്ട് നമുക്ക് കൊടുക്കാം. നെക്സ്റ്റ്. ഓക്കെ, ഞാൻ ഇവിടെ സെറ്റ് ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലൊക്കേഷൻ ഇവിടെ ഫെച്ച് ആയിട്ടുണ്ട്. നമുക്കിവിടെ എന്തൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, 5 റിസൾട്ട് ഉണ്ട്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റ് ഏരിയ, നമുക്ക് 5 റിസൾട്ടും പ്രിന്റ് ചെയ്ത് നോക്കാം. ഇപ്പം ഒന്നിൽ മാത്രം കറക്റ്റ് ആവുന്നില്ല. ലാസ്റ്റ് മേ ബി ആ ലാസ്റ്റ് റിസൾട്ട് ആയിരിക്കും ആക്യുറേറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ പാസ് ചെയ്യാൻ നമ്മൾ വിട്ടുപോയി. ഓക്കെ, സോ നമ്മൾ ഫെച്ച് ചെയ്ത ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ആണ് നമുക്കിവിടെ പാസ് ചെയ്യേണ്ടത്. ഓക്കെ, ഓക്കെ, നോട്ട് നള്ള്, നമുക്ക് നൾ ചെക്ക് ഇവിടെ ചെയ്യണം. ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ട് കൊടുത്താൽ നള്ളിൻ്റെ എറർ പൊക്കോളും. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഒരു ഫോർ ലൂപ്പിനുള്ളിൽ നമുക്ക് 4 ഇന്നും ഉണ്ട് 4ഉം ഉണ്ട്. ഓക്കെ, 4 ഇന്ന് ജസ്റ്റ് നമുക്ക് ആ ലിസ്റ്റ് ഇവിടെ കൊടുക്കുക. ആ ലിസ്റ്റിൻ്റെ ഒരു എലമെൻറ്റ്സ്. ഓക്കെ, നമുക്കിതിനെ പ്ലേസ് എന്ന് വിളിക്കാം. ഓക്കെ, പ്ലേസ്. സോ നമുക്ക് ഈ ലിസ്റ്റിനകത്തുനിന്ന് ഓരോ ഇതായിട്ട് നമുക്ക് ലൂപ്പ് ചെയ്ത് നമുക്ക് ഇതിൽ കിട്ടും. നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇതിനുള്ളിൽ കൊടുത്തിട്ട് നമ്മൾ ഈ ഫസ്റ്റ് എന്ന് വിളിക്കാണ്ട് നമ്മൾ ഇതിൽ പ്രിന്റ് ആക്കും. ഓക്കെ, നമുക്കിത് രണ്ടും സെപ്പറേറ്റ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് ഓക്കെ,
സോ ജസ്റ്റ് ഹീറ്റ് റോഡ് റീലോഡ് ചെയ്തിട്ട് ഓക്കെ, വീണ്ടും ഫെച്ച് ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡാറ്റാസ് ഇവിടെ ആക്യുറേറ്റ് അല്ല. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് സോറി, ഇവിടെ ലോഞ്ചിറ്റ്യൂഡ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും എറർ വരുമ്പോൾ നമ്മൾ കൊടുത്ത വാല്യൂസ് ഒന്ന് ചെക്ക് ചെയ്യുക, എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്ന്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഡീബഗിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക. സോ നമ്മൾ കൊടുത്ത വാല്യൂസ് തെറ്റായിരുന്നു. ഓക്കെ, സോ ഇവിടെ ഞാൻ ജസ്റ്റ് ഫില്ല് ചെയ്ത് പോവാം. ഓക്കെ, ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ലൊക്കേഷൻ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് റിസൾട്ടിൽ തന്നെ കറക്റ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. നമ്മൾ നെയിം തന്നെ എടുക്കാം നമുക്ക്. ഓക്കെ, ലൊക്കാലിറ്റി ബാംഗ്ലൂരു. ഓക്കെ, നമുക്ക് ലൊക്കാലിറ്റി മതി. ആ പ്ലേസ്, ജസ്റ്റ് പ്ലേസ് എവിടെയാണ്. ഓക്കെ, സോ നമുക്ക് പ്ലേസ് ഡോട്ട് ലൊക്കാലിറ്റി എടുത്തിട്ട് ബാക്കി റിസൾട്ട് ഇവിടെ നമ്മൾ ഡീബഗ് എടുത്ത് കളയുക. ഇനി നെയിമിന് പകരം പ്ലേസ് മാർക്കിൽ ഫസ്റ്റ് റിസൾട്ട് ഡോട്ട് ലൊക്കാലിറ്റി. ഓക്കെ, നമ്മൾ ഹോട്ട് ലോഡ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഒന്ന് ഫെച്ച് ലൊക്കേഷൻ കൊടുക്കുമ്പോൾ ഇവിടെ ബാംഗ്ലൂരു എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ ലൊക്കേഷൻ ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ഫെച്ച് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ ഹോം പേജിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ലൊക്കേഷൻ ഫെച്ച് ചെയ്യുന്ന എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ കൺഗ്രാജുലേഷൻ സ്ക്രീന് കൊടുത്തിട്ട് നമുക്ക് ഈ ഡാറ്റ എല്ലാം സ്റ്റോർ ചെയ്യണം. ഓക്കെ, നമ്മൾ ഈ ഡാറ്റ എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഡാറ്റ എല്ലാം സ്റ്റോർ ആയാൽ നമ്മൾ ഈ കൺഗ്രാജുലേഷൻ കാണിച്ചിട്ട് നമ്മൾ ഈ ഹോം പേജിലേക്ക് പോകും. ഓക്കെ, സോ നമുക്ക് ഇപ്പോൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന് നമുക്ക് ഫയർ ബേസിൻ്റെ നമ്മുടെ ഫയർ സ്റ്റോർ അക്കൗണ്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഓൾറെഡി അക്കൗണ്ട് സെറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓതൻറ്റിക്കേഷന്. സെയിം അക്കൗണ്ടിൽ ജസ്റ്റ് ഡാറ്റാബേസ് മാത്രം എനേബിൾ ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ജസ്റ്റ് ഈ ഒരു സ്ക്രീൻ മാത്രം ഒന്ന് ഡിസൈൻ ചെയ്യാം. സോ നമ്മുടെ സെയിം സ്പ്ലാഷ് സ്ക്രീനിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ച ഇമേജ് കൺഗ്രാറ്റ്സ്. ഓക്കെ, സോ നമ്മൾ സ്പ്ലാഷ് സ്ക്രീനിൻ്റെ കോഡ് നമ്മൾ റീയൂസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, മൊഡ്യൂൾസ് ഓൺബോർഡിങ് സ്പ്ലാഷ് സ്ക്രീൻ. ഓക്കെ, സോ കോപ്പി ചെയ്യുക, KYCയിൽ
പ്രൊഫൈൽ ഡോട്ട് ഡാർട്ട്. ഓക്കെ, സോ നമുക്ക് ആവശ്യമില്ലാത്ത പാക്കേജ് ഒക്കെ റിമൂവ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ റീഡയറക്ഷനും കൂടെ ആവശ്യമില്ല. നമുക്ക് നെയിമും ചേഞ്ച് ചെയ്യണം. ഓക്കെ, സോ ഓക്കെ, നമ്മളെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഇമേജ് ഇല്ല, അത് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ കൺഗ്രാറ്റ്സ് ഐക്കൺ ആക്കി. ഇനി നമ്മൾ KYC കൺട്രോൾ ചെയ്യുന്നത് സെറ്റ് ലൊക്കേഷൻ ഇല്ലേ, ഇത് സെറ്റ് ലൊക്കേഷൻ്റെ ആണ്. നമ്മളപ്പോൾ ഇവിടെ ലൊക്കേഷൻ നെയിം ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലൊക്കേഷൻ നെയിം നള്ളാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ലൊക്കേഷൻ നെയിം നോട്ട് ഈക്വൽ ടു നള്ളാണെങ്കിൽ ഗെറ്റ്, നമ്മൾ ഇവിടെ ആണ് ആക്ച്വലി നമ്മുടെ സ്റ്റോർ ചെയ്യുന്ന കോഡ് എഴുതാൻ പോകുന്നത്. അതിന് മുന്നേ നമുക്ക് ആ സ്ക്രീൻ ഒന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് നമ്മൾ 2 കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് റീലോഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ആ സ്ക്രീൻ വന്നിട്ടുണ്ട്. നമുക്കിനി കൺഗ്രാറ്റ്സും ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് സെലക്ട് പ്രൊഫൈൽ ഇമേജിന് പകരം ആഡ് ലൊക്കേഷൻ കണ്ടിന്യൂ. ഓക്കെ, നമുക്ക് ഈ കണ്ടെയ്നർ റീഫാക്ടർ ചെയ്തിട്ട് ഒരു കോളത്തിനകത്ത് കൊടുക്കാം. ഓക്കെ, മുകളിൽ പോയിട്ടുണ്ട്. നമുക്ക് മെയിൻ ആക്സിസ് അലൈൻമെന്റ് സെന്റർ, ക്രോസ് ആക്സിസ് അലൈൻമെന്റ് സെന്റർ കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് സെന്ററിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഓൾറെഡി സെറ്റ് ലൊക്കേഷൻ്റെ മുകളിൽ ടെക്സ്റ്റ് ഉണ്ട്, നമുക്കത് കോപ്പി ചെയ്തിട്ട് നെയിം ചേഞ്ച് ചെയ്യാം. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് എന്തായിരുന്നു? ഓക്കെ, കൺഗ്രാറ്റ്സ് കോപ്പി ചെയ്യുക. ഓക്കെ, വൈറ്റ് കളർ അല്ല, ഒരു ഗ്രീൻ കളറായിരുന്നു നമ്മുടെ ബട്ടൺ കളർ. നമ്മുടെ ഗ്രീൻ കളറ് കോപ്പി ചെയ്യുക, അവിടെ പേസ്റ്റ് ചെയ്യുക. കൺഗ്രാറ്റ്സ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഫോണ്ട് ഒരു 28 കൊടുത്തു നോക്കാം. ഫോണ്ട് സൈസ് ഇവിടെ 30 ആണ്. ഓക്കെ, 32. ഓക്കെ, ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഒരു സൈസ് കൊടുത്ത് ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഒരു 15 കൊടുക്കാം. സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ യുവർ പ്രൊഫൈൽ ഈസ് റെഡി ടു യൂസ്. ഓക്കെ, നമ്മൾ ആ സ്പേസ് ഉൾപ്പെടെ കോപ്പി ചെയ്തിട്ട് താഴെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക.
യുവർ പ്രൊഫൈൽ ഈസ് റെഡി ടു യൂസ്. നമ്മുടെ വൈറ്റ് കളർ കൊടുക്കുക. ഒരു 25 എത്ര ആണെന്ന് നമുക്ക് നോക്കാം. 23. ഓക്കെ. നമ്മുടെ ഇവിടെ റൈറ്റ് സൈഡിൽ വന്നാൽ നമ്മൾ ടൈപ്പോഗ്രഫിയിൽ ഇവിടെ സൈസ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ. ആ സൈസ് നമ്മൾ കൊടുത്താൽ, ആ ഡിസൈനിലുള്ള സൈസ് കൊടുത്താൽ ഏകദേശം നമുക്ക് സെയിം ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. ഓക്കെ. യുവർ പ്രൊഫൈൽ ഈസ് റെഡി ടു യൂസ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ട്രൈ ഓർഡർ എന്ന് പറയുന്ന ബട്ടൺ കൂടെ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ. നമ്മൾ ഏതെങ്കിലും ബട്ടൺ ഉള്ള സ്ക്രീനിൽ പോയിട്ട് നമ്മുടെ ബോട്ടം നാവിഗേഷൻ ബാർ ഉൾപ്പെടെ നമുക്ക് കോപ്പി ചെയ്യാം. മാക്സിമം നമുക്ക് ഓൾറെഡി നമ്മൾ എഴുതിയ കോഡുകളാണിത്. ഓക്കെ. ബട്ടൻ്റെ ഒക്കെ. അപ്പോൾ അത് മാക്സിമം റീയൂസ് ചെയ്യുമ്പോൾ ടൈം കൺസപ്ഷൻ കുറഞ്ഞു കിട്ടും. ഓക്കെ. നമുക്കിവിടെ വാലിഡേഷൻ എടുത്ത് കളയാം. ഇവിടെ നമുക്ക് ട്രൈ ഓർഡർ എന്നാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ. ട്രൈ ഓർഡർ നമ്മുടെ സ്ക്രീൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. സോ നമ്മുടെ സ്ക്രീൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലോജിക്ക് എഴുതണം. അക്കൗണ്ട് ഈ ഡാറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. എന്തൊക്കെയാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത്? നമ്മുടെ ക്രിയേറ്റ് ബയോയിൽ നമ്മുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മൊബൈൽ നമ്പർ, ഇതൊക്കെ. ഓക്കെ. സോ നമുക്ക് ഈ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മൊബൈൽ നമ്പർ നമ്മുടെ കൺട്രോളറിനകത്ത് നമുക്ക് ആക്സസ് ചെയ്യണം. ഓക്കെ. അതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ 3 വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തിട്ട് അവർ അപ്ലൈ കൊടുക്കുമ്പോൾ നമുക്കിവിടെ സ്റ്റോർ ചെയ്യാം. ഓക്കെ. 3 സ്ട്രിങ് ആയതുകൊണ്ട് സ്ട്രിങ് യൂസർ നെയിം എന്തൊക്കെയായിരുന്നു? ഓക്കെ. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മൊബൈൽ നമ്പർ. ഫസ്റ്റ് നെയിം നമുക്കിവിടെ നള്ളബിൾ ആയിട്ട് കൊടുക്കാം. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്താൽ ഈ വേരിയബിൾ നള്ളും അക്സെപ്റ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ മീനിങ്. നമ്മൾ ലാസ്റ്റ് പഠിച്ച പോലെ. ഇനി ലാസ്റ്റ് നെയിം, മൊബൈൽ നമ്പർ. ഓക്കെ. നമ്മളിവിടെ 3 കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മൊബൈൽ നമ്പർ. ഓക്കെ. ഇനി നമ്മുടെ KYC അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്കി 2 വാല്യൂസ് നമുക്ക് അവിടെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രൊഫൈലും ലൊക്കേഷനും. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം നമ്മൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഓക്കെ വാലിഡേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് KYC കൺട്രോളറിൽ സ്റ്റോർ ചെയ്യണം. ഓക്കെ. ഇവിടെ ആക്ച്വലി നമ്മൾ കൺട്രോളർ എങ്ങും കോൾ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ കൺട്രോളർ ആക്സസ് ചെയ്ത സ്ക്രീനിൽ പോവുക. കൺട്രോളർ കോപ്പി ചെയ്യുക. ഓക്കെ. ഇനി ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുക. കോപ്പി ചെയ്യുക. ഡോട്ട് ഫസ്റ്റ് നെയിം ഈസ് ഈക്വൽ ടു ഫസ്റ്റ് നെയിം കൺട്രോളർ. നമ്മൾ ആ ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളറിൽ നിന്ന് നമ്മൾ ആ ടെക്സ്റ്റ് എടുത്ത് നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ. ബാക്കി 2 വാല്യൂസിനൂടെ ലാസ്റ്റ് നെയിം കൺട്രോളർ, മൊബൈൽ നമ്പർ. ഓക്കെ. നമ്മളിപ്പോൾ 3 നമ്മൾ KYC കൺട്രോളറിനകത്ത് ആക്സസ് ചെയ്യുന്നുണ്ട്. ഇത് 3 നമുക്കിപ്പോൾ നമ്മളെല്ലാ സ്ക്രീനിലും വാലിഡേഷൻ കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ലാസ്റ്റ് സ്ക്രീനിൽ വരുമ്പോൾ, ലൊക്കേഷൻ്റെ സ്ക്രീനിൽ വരുമ്പോൾ നമുക്ക് 3ലും വാല്യൂസ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ നമുക്കത് ക്രിയേറ്റ് ചെയ്യാം.
ഓക്കെ, അതിന് വേണ്ടിയിട്ട് സ്റ്റോർ KYC ഡീറ്റെയിൽസ്. ഓക്കെ, ഒരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫയർ ബേസിൽ പോയിട്ട് ഒരു മിനിറ്റ്, താങ്ക് യു. ഓക്കെ, കൺസോളിലേക്ക് പോവുക. ഓക്കെ, നമ്മുടെ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, സോ പ്രോജക്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഇവിടെ ഡാറ്റാസ് എല്ലാം കാണാൻ പറ്റും. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഈ ബിൽഡിലേക്ക് വന്നാൽ ഓക്കെ, നമുക്ക് വേണ്ടത് ഫയർ സ്റ്റോർ ഡാറ്റാബേസ്. നമുക്ക് ഡാറ്റാബേസിലാണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഡാറ്റാബേസിൽ വന്നിട്ട് ലോഡ് ആവുന്നുണ്ട്. ഓക്കെ, നമുക്കിവിടെ ക്രിയേറ്റ് ഡാറ്റാബേസ് കൊടുക്കാം. ക്രിയേറ്റ് ഡാറ്റാബേസിൽ നമുക്കിവിടെ ഏതെങ്കിലും ഒരു നമ്മുടെ സെർവർ ലൊക്കേഷൻ എവിടാന്ന് വെച്ചാൽ അത് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഡീഫോൾട്ട് ചെയ്തിരുന്നാലും കുഴപ്പമില്ല. നെക്സ്റ്റ് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇവിടെ റൂൾസ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അലോ റീഡ് റൈറ്റ്. ഓക്കെ, ഫോൾസ് ആണ്. നമുക്ക് ഈ റൂൾസ് ചേഞ്ച് ചെയ്യണം, എന്നാലേ നമുക്ക് റീഡ് ആൻഡ് റൈറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, വേണേ നമുക്ക് സ്റ്റാർട്ട് ഇൻ ടെസ്റ്റ് മോഡിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, ടെസ്റ്റ് മോഡിൽ കൊടുത്താൽ നമുക്കൊരു പെർട്ടിക്കുലർ ഡേറ്റ് വരെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റൈറ്റ് റീഡിന്. നമുക്ക് ടെസ്റ്റ് മോഡിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഓക്കെ, വിത്തിൻ 30 ഡേയ്സിൽ നമുക്ക് ആ റൂൾസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പ്രൊവിഷൻ ക്ലൗഡ് ഫയർ സ്റ്റോർ ഇവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഫയർ സ്റ്റോർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ റൂൾസിൽ പോയാൽ നമ്മുടെ ഡീഫോൾട്ട് റൂൾ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ലേറ്റർ നമുക്കിത് ചേഞ്ച് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യാം. ഇതിൽ നമുക്ക് യൂസേജസ് കാണാൻ പറ്റും. നമ്മൾ എത്ര വട്ടം റൈറ്റ് റീഡ് ചെയ്തിട്ടുണ്ട് ഡാറ്റാസ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഡാറ്റയിൽ സ്റ്റാർട്ട് കളക്ഷൻ. നമ്മൾ ഫയർ ബേസിൽ നമ്മൾ SQLനകത്ത് ടേബിൾ വൈസ് സ്റ്റോർ ചെയ്യുന്നത് നമുക്കറിയാം. ഇതിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് കളക്ഷൻ വൈസ് ആണ്. ഓക്കെ, സോ ഒരു കളക്ഷനുള്ളിൽ കുറച്ച് ഡോക്യുമെന്റ്സ് ഉണ്ടാവും. ആ ഡോക്യുമെന്റ്സ് ആണ് നമ്മുടെ വാല്യൂസ്. ഓക്കെ, ഓരോ ഡോക്യുമെന്റ്സ് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂസ് ആണ്. നമുക്ക് ജസ്റ്റ് ചുമ്മാ ഒരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ്. ഈ ടെസ്റ്റിനുള്ളിൽ ഒരു ഡോക്യുമെന്റ് ID ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു ഓട്ടോ ID കൊടുക്കാം. ഓരോ ഈ ഡോക്യുമെന്റിനകത്ത് ഫീൽഡ്സ് ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫീൽഡ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് നെയിം, അതൊരു സ്ട്രിങ് ആണ്. ഓക്കെ, നമ്മൾ അങ്ങനെ സ്റ്റോർ ചെയ്യുന്നുണ്ട് ഇതിൽ. നെക്സ്റ്റ് ലാസ്റ്റ് നെയിം. ഓക്കെ, ഇനി മൊബൈൽ. ഓക്കെ, ഡമ്മി വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സേവ് ചെയ്യുമ്പോൾ ഓക്കെ, ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ഏതെങ്കിലും യൂസറിൻ്റെ സ്റ്റോർ ചെയ്യുമ്പോൾ ഇവിടെ നെക്സ്റ്റ് ഇതിലായിരിക്കും വരുന്നത്. ഓക്കെ, സോ നമുക്കൊരു യൂസർ വൈസ് ആയിട്ട് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ
ഒരു കളക്ഷനുള്ളിൽ ആ യൂസറിൻ്റെ ഐ ഡി ഡോക്യുമെൻ്റ് ആയിട്ട് കൊടുത്താൽ മതി. ഡോക്യുമെൻ്റ് ഐ ഡി ആയിട്ട് നമ്മൾ കൊടുത്താൽ ആ ഡോക്യുമെൻ്റ് ഐ ഡി വെച്ചിട്ട് അതിനുള്ളിൽ എന്തൊക്കെ ഡാറ്റ ഉണ്ടോ അതൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഈ കളക്ഷൻ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, കളക്ഷൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പബ് ഡോട്ട് ഡെവിൽ പോയിട്ട് അതിനു മുന്നേ നമുക്ക് ഫയർസ്റ്റോർ ഫ്ലട്ടർ, ഓക്കെ, ക്ലൗഡ് ഫയർസ്റ്റോറിൻ്റെ യൂസേജസ്. നമുക്ക് ഇവിടെ ക്ലൗഡ് ഫയർസ്റ്റോറിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഇവിടെ കിട്ടും. ഞാൻ ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ഡോക്യുമെൻറ്റേഷൻ ഉള്ളിൽ പോയാൽ നമുക്ക് ക്ലൗഡ് ഫയർസ്റ്റോറിൻ്റെ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇത് ഫ്ലട്ടറും ഫയർബേസിൻ്റെ ഡോക്യുമെൻ്റ് ആണ്. നമ്മൾ ലാസ്റ്റ് നമ്മൾ ഓതൻറ്റിക്കേഷനിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡിപ്പെൻഡൻസി ആഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ കോപ്പി ചെയ്യുക. ഓക്കെ, നമ്മൾ ക്ലൗഡ് സ്റ്റോർ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കിവിടെ ആഡ് ആയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഫയർബേസ് കോർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ ബൈ ഡിഫോൾട്ട് നമുക്കിത് ആവശ്യമില്ല. സെക്കൻഡറി ആപ്പ് പോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നോർമൽ ഫ്ലോയിൽ പോവാം. ഓക്കെ, സോ ഇവിടെ ആഡ് യൂസർ എന്ന് പറയുന്ന അവരൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളൊരു കളക്ഷൻ റെഫറൻസ് ഇവിടെ കൊടുക്കുക. നമ്മളൊരു യൂസർ ആണെങ്കിൽ യൂസേഴ്സിൻ്റെ നെയിം ഇവിടെ കൊടുത്തിട്ട് നമ്മൾ ജേസൺ ഫോർമാറ്റിലായിരിക്കും, നമ്മൾ മാപ്പ് പഠിച്ചില്ലേ, ആ ഒരു മാപ്പിൻ്റെ ജേസൺ കീ വാല്യൂ പെയർ ആയിട്ടായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ആ കളക്ഷൻ ഡോട്ട് ആഡ് കൊടുത്തിട്ട് നമുക്ക് ദെന്ന് കൊടുത്താൽ യൂസർ ആഡ് ഇല്ലെങ്കിൽ ക്യാച്ച് എറർ നമുക്ക് എക്സെപ്ഷന് ഹാൻഡിൽ ചെയ്യാനും പറ്റും. ഓക്കെ, സോ ഇവിടെ ഫയർബേസ് കോറും ഫയർബേസും ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ 2 പാക്കേറ്റും ആഡ് ചെയ്യാം. ഓക്കെ, ഫയർ ക്ലൗഡ് സ്റ്റോർ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിനി ഓക്കെ കളക്ഷൻ റെഫറൻസ് നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ നമ്മുടെ കളക്ഷൻ റെഫറൻസ് നമുക്ക് വേണം ഇവിടെ കൊടുക്കാം, ഇല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ ഉള്ളിലും കൊടുക്കാം. ഓക്കെ, സോ നമ്മൾ ഫംഗ്ഷന് പുറത്ത് കൊടുക്കുക ഈ കളക്ഷൻ റെഫറൻസ്. അപ്പോൾ നമുക്ക് വേറെ ഏത് ഫംഗ്ഷനകത്തും ഈ സെയിം കളക്ഷൻ റെഫറൻസ് നമുക്ക് ആക്സസ് ചെയ്യാം. നമ്മൾ ഈ ഫംഗ്ഷൻ ഉള്ളിൽ കൊടുത്താൽ ഈ ഫംഗ്ഷൻ ഉള്ളിൽ മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് കളക്ഷൻ്റെ നെയിം യൂസേഴ്സ് എന്ന് തന്നെ വെക്കാം. ഓക്കെ, നമ്മൾക്ക് ഇപ്പോൾ യൂസേഴ്സ് ആണുള്ളത്, അതുകൊണ്ട് നമുക്ക് നെയിം ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി പോയിട്ട് നമ്മുടെ ഈ ആഡ് യൂസറിനകത്തു നിന്ന് നമുക്ക് അത് കോപ്പി ചെയ്യുന്നതിന് പകരം നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ കളക്ഷനിൽ ഈ കളക്ഷൻ റെഫറൻസ് ഡോട്ട് നമ്മൾ ആഡ് കൊടുക്കണം. ഓക്കെ, ആഡ് കൊടുത്തിട്ട് അതിനുള്ളിൽ ജേസൺ ഫോർമാറ്റിൽ. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം നമുക്കൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യാം. ഇതിന് ഇവിടെ ഒരു മോഡൽ ഉണ്ട്. അതിന് പകരം യൂസർ യൂസർ ഡീറ്റെയിൽസ് മോഡൽ. ഓക്കെ, അതിൽ
ക്ലാസ്സിൽ യൂസർ ഡീറ്റെയിൽസിനുള്ളിൽ സ്ട്രിങ് ഫസ്റ്റ് നെയിം സ്ട്രിങ് ലാസ്റ്റ് നെയിം. ഓക്കെ, ഇനി സ്ട്രിങ് മൊബൈൽ നമ്പർ. നമുക്ക് കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഓക്കെ, നമ്മളിപ്പോൾ കളക്ഷൻ റെഫറൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്തിനാ ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എങ്ങനെ കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് നെയിം അങ്ങനെ കൊടുക്കാം, ഇല്ലെങ്കിൽ ഫസ്റ്റ് നെയിം ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് നെയിം നമ്മൾ ഓൾറെഡി നമുക്കൊരു സ്ട്രിങ് ഉണ്ട്. ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം. ഓക്കെ, ഈ വേരിയബിൾസ് ഒക്കെ നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്നതാണ് നമ്മൾ ആക്സസ് ചെയ്തേക്കുന്നത്. ഓക്കെ, മൊബൈൽ നമ്പർ, മൊബൈൽ നമ്പർ. ഓക്കെ, ഇനി എന്തൊക്കെയാണ്? ലൊക്കേഷൻ, നെയിം, പ്രൊഫൈൽ ഇമേജ്. ഓക്കെ, ലൊക്കേഷൻ, നെയിം, പ്രൊഫൈൽ ഇമേജ്. ഓക്കെ, സോ ഇവിടെ RX സ്ട്രിങ് ആയതുകൊണ്ട് നമുക്ക് ഡോട്ട് വാല്യൂ കൊടുക്കാം. നമ്മുടെ പ്രൊഫൈൽ ഇമേജിൻ്റെ പാത്തിനോ വാല്യൂ കൊടുക്കാം. പക്ഷേ ഇവിടെ നമ്മുടെ പ്രൊഫൈൽ ഇമേജിൻ്റെ ലോക്കൽ ഫയലിൻ്റെ പാത്താണ് കൊടുക്കേണ്ടത്. ഓക്കെ, അത് നമുക്ക് ഫയർ ബേസിൽ സ്റ്റോർ ചെയ്തിട്ട് ഗെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്യൂസ് വരും. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതെങ്ങനെ ഫയർ ബേസിൽ ഇമേജ് സ്റ്റോർ ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ആക്ച്വലി അവർ പെയ്ഡ് ആക്കിയിട്ടുണ്ട്. അതിന് പകരം നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് ഇമേജ് സ്റ്റോർ ആക്കിയിട്ട് അത് ഏത് ഡിവൈസിൽ ലോഗിൻ ചെയ്തെടുക്കാവുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമുക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലോക്കൽ പാത്ത് തന്നെ കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് നെക്സ്റ്റ് ടൈം അത് ഗെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഗെറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഈ കീ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഗെറ്റ് ചെയ്യാനും. ഓക്കെ, സോ ആ വാല്യൂസ് എടുക്കാനും ഫയർ ബേസിൽ നിന്ന്. ഇത് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ മോഡൽ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ആ മോഡൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കിപ്പോൾ ഇതിൻ്റെ മോഡലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനൊരു ഈസി മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വെബ്സൈറ്റിൽ പോവുക, ക്യുക്ക് ടൈപ്പ് .io. ഓക്കെ, ക്യുക്ക് ടൈപ്പിൽ പോയിട്ട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇവിടെ യൂസർ ഏത് മോഡൽ നെയിം കൊടുക്കുക. ഓക്കെ, യൂസർ ഡീറ്റെയിൽസ് മോഡൽ. എന്നിട്ട് നമുക്ക് വേണ്ട JSON ഇവിടെ കൊടുക്കുക. ലാംഗ്വേജ് ഇവിടെ സെലക്ട് ചെയ്യുക, ഡാർട്ട്. ഓക്കെ, സോ ഇവിടെ അനലൈസ് ചെയ്യുന്നുണ്ട്.
key must be in quotes. ഓക്കെ, നമുക്ക് ഇവിടെ എറർ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഡബിൾ കോട്ട്സിൽ കൊടുക്കാത്തതുകൊണ്ടാണ് എറർ കാണിക്കുന്നത്. ഓക്കെ, ഇതിനൊരു വേറൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചാറ്റ് ജി പി ടിയിൽ പോയിട്ട് ഓക്കെ നമ്മുടെ മോഡലൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ചാറ്റ് ജി പി ടി ആയിരിക്കും എളുപ്പം. ഓക്കെ, ഓക്കെ സോ നമുക്ക് ഇത് മോഡൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് മെത്തേഡ്സും അതിൻ്റെ കൂടെ ക്രിയേറ്റ് ആവും. ഓക്കെ, ഫ്രം ജേസണും ടു ജേസണും. സോ നമുക്ക് ഫ്രം ജേസൺ കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ഫയർ ബേസിൽ നിന്ന് ഗെറ്റ് ചെയ്യാൻ പറ്റും ആ ഡാറ്റ. ടു ജേസൺ കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഫയർ ബേസിലോട്ട് പുള്ള് ചെയ്യാനും പറ്റും. ജസ്റ്റ് നമ്മൾ ഇവിടെ ആയിരിക്കും ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മൾ ഈ കോഡ് കോപ്പി ചെയ്തിട്ട് നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്തില്ല, അവിടെ കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ഇനി നമ്മൾ ഇതിനുള്ളിൽ ഓക്കെ യൂസർ പ്രൊഫൈലിൽ ജസ്റ്റ് ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുക. ഒരു ബെറ്റർ കോഡ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോഡൽ ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഇങ്ങനെ പാസ് ചെയ്താലും ഡാറ്റ സ്റ്റോർ ആവും, പക്ഷെ ലേറ്റർ നമ്മൾ ഡാറ്റ ഫെച്ച് ചെയ്യുമ്പോഴൊക്കെ മാനേജ് ചെയ്യാൻ പാടായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇതിനുള്ളിൽ നമുക്ക് വേണ്ട ഡാറ്റാസ് നമ്മൾ പാസ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, നമ്മൾ ഇവിടെ നൾ ചെക്ക് ചെയ്യുക. ലാസ്റ്റ് നെയിം നൾ ചെക്ക് ചെയ്യുക. ലൊക്കേഷൻ നെയിം, ലൊക്കേഷൻ ഇവിടെ ലൊക്കേഷൻ നെയിം ഡോട്ട് വാല്യൂ ആണ് വരുന്നത്. നെക്സ്റ്റ് മൊബൈൽ നമ്പർ. ഓക്കെ, പ്രൊഫൈൽ ഇമേജ്. ഓക്കെ, നമ്മളിവിടെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഡാറ്റാസ് ഇവിടെ കൊടുത്തിട്ട് ഇനി നമ്മൾ സിമ്പിളായിട്ട് ഈ ജേസന് പകരം ടു ജേസൺ കോൾ ചെയ്താൽ മതി ഇവിടെ. ഓക്കെ, സോ അപ്പോൾ ഈ മോഡൽ ഈ ഒരു ജേസൺ റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മൾ അതായിരിക്കും പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എറർ ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, അതിന് ഡോട്ട് ദെന്ന് ഓക്കെ ഇതിൻ്റെ അർത്ഥം നമ്മുടെ യൂസർ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇവിടെ നമ്മുടെ സ്നാക്ക് ബാറിൽ ഓക്കെ നമുക്ക് ഈ സ്ക്രീനിലോട്ട് പറഞ്ഞു വിട്ടാൽ നമുക്ക് പോപ്പപ്പിൻ്റെ ആവശ്യമില്ല, നമുക്ക് കൺഗ്രാറ്റ് സ്ക്രീനിലേക്ക് വരണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കൺഗ്രാറ്റ് സ്ക്രീന് ഇവിടെ 2 അല്ല, നമ്മൾ ഓഫ് ഓൾ കൊടുക്കും. ഓക്കെ, പ്രീവിയസ് സ്ക്രീൻ എല്ലാം നമ്മൾ കളഞ്ഞിട്ട് നമ്മൾ ഈ സ്ക്രീനിലോട്ട് വരണം. ഇപ്പോൾ ഇവിടുന്ന് യൂസർ ബാക്ക് പോയാൽ തിരിച്ച് നമ്മുടെ KYC ഫില്ല് ചെയ്യേണ്ട വരല്ലേ, കാരണം നമ്മൾ ഇതെല്ലാം ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്തിട്ടാണ് ഈ സ്ക്രീനിലേക്ക് വരുന്നത്. ഓക്കെ, തിരിച്ചു പോയിട്ട് നമ്മൾ വീണ്ടും നമ്മളല്ലെങ്കിൽ അപ്ഡേറ്റ് ഓപ്പറേഷൻ ചെയ്യണം. ഓക്കെ, അത് നമ്മൾ എഴുതിയിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചു പോകാൻ അനുവദിക്കരുത്. അതിന് വേണ്ടിയിട്ട് ഓഫ് ഓൾ കൊടുക്കുക, നമ്മൾ ആ സ്ക്രീനിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് വിടുക.
ഇനി എറർ ഹാൻഡ്ലിങ്, അതിന് തന്നെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ക്യാച്ച് എറർ. ഓക്കെ, യൂസർ ആഡ്, ഓക്കെ, നമ്മളിത് കൺവേർട്ട് ചെയ്തിട്ട് ഇത് നമ്മുടെ ബോഡി കൊടുക്കുന്നതിന് പകരം റിട്ടേൺ എന്നുള്ളൊരു ഓപ്ഷനാണ്. ഓക്കെ, ഈ ആരോ മാർക്ക് നമുക്കത് മാറ്റി നമ്മുടെ കേളി ബ്രേസ് ആക്കാനും പറ്റും. ഓക്കെ, കേളി ബ്രേസ് ആക്കിയിട്ട് unable to add user details, try again. നമ്മൾ എറർ ഇവിടെ ത്രോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഫങ്ഷന് നമ്മൾ സെറ്റ് ലൊക്കേഷനിൽ കോൾ ചെയ്യാം. ഓക്കെ, KYC കൺട്രോളർ ഡോട്ട് നമ്മുടെ ഫങ്ഷൻ ഇവിടെ കോൾ ചെയ്യുക. ഓക്കെ, നമ്മുടെ ഫങ്ഷൻ കോൾ ചെയ്തിട്ട് യൂസർ ആഡ് ആയാൽ നമ്മൾ ഇതിലേക്ക് പോകും. ഓക്കെ, നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് റൺ ചെയ്യാം. ഓക്കെ, റൺ ആവുന്നുണ്ട്, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ആപ്പ് ഇവിടെ ബിൽഡ് ആയിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇനി ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഓക്കെ, സോ നെക്സ്റ്റ് കൊടുക്കുക. നമ്മുടെ ഏതെങ്കിലും ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, ലൊക്കേഷൻ നമ്മൾ ഫെച്ച് ചെയ്യുക. ഓക്കെ, നമുക്കൊരു ലോഡർ കൊടുക്കാൻ ലാസ്റ്റ് നമ്മളിനി നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഓക്കെ, കൺഗ്രാറ്റ്സ് യുവർ പ്രൊഫൈൽ ഈസ് റെഡി ടു യൂസ്. ഓക്കെ, സോ നമുക്ക് കുറച്ച് ലോഡേഴ്സ് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അത് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഡാറ്റ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കുറച്ച് എറേഴ്സ് കാണിക്കുന്നുണ്ട് നമുക്ക്. പക്ഷെ നമ്മുടെ ഡാറ്റാബേസിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ആഡ് ആയിട്ടുണ്ടോ, എറർ ആണോ വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ ആഡ് ആയിട്ടുണ്ട് നമ്മുടെ യൂസർ. ഓക്കെ, സോ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഫെച്ച് ആയിട്ടില്ല. ബാംഗ്ലൂരു നമ്മുടെ ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും മൊബൈൽ നമ്പറും വന്നിട്ടില്ല. മേ ബി ക്രിയേറ്റ് ബയോയില് ഓക്കെ, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം മൊബൈൽ നമ്പർ. നമുക്ക് എന്താ ഇഷ്യൂ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
ഇവിടെ KYC കൺട്രോളർ ഡോട്ട് അപ്ഡേറ്റ് കൊടുത്ത് നോക്കാം. എനിക്ക് തോന്നുന്നു നമുക്കിത് RXലോട്ട് ചേഞ്ച് ചെയ്യേണ്ട വരും. നമുക്ക് ചെറുതായിട്ടൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ഡമ്മി ആയിട്ട് ആഡ് ചെയ്ത് നോക്കാം. ഫെച്ച് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. കൺഗ്രാറ്റ്സ് വന്നിട്ടുണ്ട്. ഇവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മുടെ രണ്ട് യൂസറും സെയിം അവസ്ഥ. സോ ഇതിനൊരു സൊല്യൂഷനായിട്ട് നെയിം ടെക്സ്റ്റ് നമുക്ക് RX സ്ട്രിങ്ങിലേക്ക് മാറ്റാം. ഓക്കെ, നമുക്ക് അവിടെ നള്ള് സ്റ്റോർ ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, താഴെ ഇവിടെയൊക്കെ നമുക്ക് ഡോട്ട് വാല്യൂ കൊടുക്കണം. ഓക്കെ, സോ ക്രിയേറ്റ് ബയോയില് നമുക്ക് നൾ ചെക്ക് എടുത്ത് കളയാം. ഓൾറെഡി ഡീഫോൾട്ട് വാല്യൂ കൊടുക്കുന്നുണ്ട്, അപ്പോൾ ഇത് നള്ളാവാൻ ചാൻസ് ഇല്ല. അപ്പം നമുക്ക് നൾ ചെക്ക് എടുത്ത് കളയാം. ഇല്ലെങ്കിൽ നമ്മൾ ഡീഫോൾട്ട് വാല്യൂ അവൾ ഓൾറെഡി കൊടുക്കുന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അത് കളഞ്ഞത്. ഡീഫോൾട്ട് വാല്യൂ ഒന്നും ഇല്ലെങ്കിൽ നമ്മളവിടെ നൾ ചെക്ക് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ഇനി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം, വാല്യൂസ് ആപ്പൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. ലൊക്കേഷൻ ഫെച്ച് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, കൺഗ്രാറ്റ്സ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ 3 ഇതിലും ഡാറ്റ ആഡ് ആയിട്ടില്ല. നള്ളും നമ്മുടെ നള്ള് ഡീഫോൾട്ട് വാല്യൂ നള്ളും സ്റ്റോർ ആവുന്നില്ല. ഓക്കെ, സോ ഇവിടെ എന്താണെന്നൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഈ 3 കൺട്രോളറും നമുക്ക് ഒന്ന് KYC കൺട്രോളറിൽ ഇട്ട് നോക്കാം. ക്രിയേറ്റ് ബയോയില് ഇത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ഓക്കെ,
അപ്പോഴാണ് ഇഷ്യൂ. നമ്മളിവിടുന്ന് റിമൂവ് ചെയ്തപ്പോൾ നമ്മളിവിടെ കൺട്രോളർ അസൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, സോ അതിൻ്റെ കുഴപ്പമാണ്. ഓക്കെ ഓക്കെ, ഇങ്ങനൊക്കെയാണ് നമുക്ക് ഇഷ്യൂസ് വരുന്നത്. നമ്മൾ ഇത് മാത്രം ചെക്ക് ചെയ്യാൻ വിട്ടുപോയി. ഇവിടെ നമ്മൾ കൺട്രോളർ അസൈൻ ചെയ്തിട്ടില്ല. എന്നാലല്ലേ നമുക്ക് വാല്യൂ അതിൽ സ്റ്റോർ ആവത്തുള്ളൂ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് നെയിം കൺട്രോളർ ഇവിടെ, ലാസ്റ്റ് നെയിം കൺട്രോളർ ഇവിടെ, മൊബൈൽ നമ്പർ മൊബൈൽ. ഓക്കെ, സോ നമുക്ക് ഒന്നുകൂടെ റീലോഡ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ലൊക്കേഷൻ ഫെച്ച് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, കൺഗ്രാറ്റ്സ്, യുവർ പ്രൊഫൈൽ ഈസ് റെഡി ടു യൂസ് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി സ്റ്റോർ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഇവിടെ ജോൺ, എ ബി, ബാംഗ്ലൂർ നെയിംസ് എല്ലാം സ്റ്റോർ ആയിട്ടുണ്ട്. ഡാറ്റ ഇവിടെ സ്റ്റോർ ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫയർ ബേസിൻ്റെ ക്ലൗഡ് ഫയർ സ്റ്റോറിൻ്റെ ഓപ്പറേഷൻസ്. ഓക്കെ, നമുക്കിപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി ബാക്കി നോക്കാം.